ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മീ വിത്ത് മൈ ഗേൾസ്. അപ്പോൾ ഇന്നത്തേത് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയിട്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ 2 പഴമായിട്ട് എടുത്തത് 2, 3, 4 എടുക്കുക. നിങ്ങൾ ആവശ്യത്തിനുള്ള എടുക്കട്ടോ. എന്നിട്ട് ഇതുപോലെ പഴംപൊരിക്കൊക്കെ അരിഞ്ഞെടുക്കുമല്ലോ അതേ രീതിക്ക് നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കുക. കുറച്ച് നൈസായിട്ടോ കുറച്ച് കട്ടിക്കോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ടെടുക്കട്ടോ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പഴുത്ത പഴം എടുക്കലായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഒരു പാന് വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഗീ ഒഴിക്കട്ടോ. ഗീയോ ബട്ടറോ ചേർക്കുക. എന്നിട്ട് നമ്മൾ പഴം ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിരത്തി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ 2 സൈഡ് മൊരിച്ചിട്ടെടുക്കുക വേണ്ടത്. ഞാനിപ്പോൾ 2 പഴം 8 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. ആ 8 പീസും ഞാൻ നല്ലപോലെ 2 സൈഡും മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷ്യും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സാണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ചേർക്കട്ടെ. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാ നിലക്കടലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നിങ്ങൾ ആവശ്യത്തിനുള്ള എടുക്കട്ടെ. നിങ്ങൾക്ക് എത്ര മസാല വേണോ അത്രത്തോളം എടുക്കുക. ഞാനിപ്പോൾ 1 കപ്പിനുള്ള തേങ്ങ എടുത്തത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ച് ഏലക്ക പൊടി ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏലക്ക കുത്തിയിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. രണ്ടായാലും സാരമില്ല. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ ആ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരക്ക് 3 ടേബിൾ സ്പൂൺ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ നമുക്ക് തേങ്ങ ഒന്ന് വിളയിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ സാധാ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുമല്ലോ അതുപോലെ തന്നെ ചെയ്തിട്ട് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അത്രയല്ലേ ഉള്ളൂ തേങ്ങ. അപ്പോൾ നമ്മുടെ തേങ്ങാ പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ കേട്ടോ. തേങ്ങക്ക് ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കൂട്ടുണ്ടാക്കി എടുക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ മൈദ ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിനും ഈ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് മിസ്സായി. പക്ഷേ എങ്കിൽ പഞ്ചസാര ആവശ്യമുള്ള ആൾക്കാർ മാത്രം ചേർത്താൽ മതി. എന്തായാലും മധുരം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു ബാറ്റർ ആക്കി എടുക്കുക. ഇതേ രീതി നിങ്ങൾക്ക് മിക്സിയിൽ വെച്ചിട്ടും ചെയ്യുക. ഒരു പ്രശ്നമില്ല, പെട്ടെന്നായി കഴിയും. പക്ഷേ ഞാൻ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം ഒരു 1.5 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചത്. ഞാൻ നമ്മുടെ ദോശേൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാവുമല്ലോ അതേ രീതിക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തിന്. നിങ്ങൾ കളർ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോയിലൊക്കെ കുറച്ചൊരു ഭംഗി വേണ്ടിയിട്ട് അങ്ങനെ മാത്രം ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിസ്ത എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറി എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ സോസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, സോസ് ബോട്ടിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുന്നെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. അതും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു ഡിസൈനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ അടി ഒന്ന് മുരിഞ്ഞിട്ട് വരുമ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാട്ടി വെച്ച കായ് ഉണ്ടല്ലോ ആ കായ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലായിട്ട് നമ്മൾ തേങ്ങേൻ്റെ പണ്ടം കൂടി വെച്ച് കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കട്ടെ. മടക്കി കൊടുക്കലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് മടക്കി കൊടുക്കുക. ഏത് രീതിക്കായാലും പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാട്ടെ. അപ്പം ഈ ഒരു സ്നാക്സ് പെട്ടെന്നായി കിട്ടും കേട്ടോ. പെട്ടെന്ന് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നായി കിട്ടും. കാരണം കുറച്ച് ഗോതമ്പും മൈദയും ഉള്ളത് അത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളെ ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാട്ടോ. ജസ്റ്റ് ഒന്ന് അടി മുരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കുക, മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ തൂവി കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ചുട്ടെടുക്കുന്നെങ്കിൽ അങ്ങനെ പ്ലെയിനായിട്ടും ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഇത് ഞാൻ 2ാമത്തെ ബാച്ച് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞിട്ട് വരുമ്പോൾ ആ ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഞാനിപ്പോൾ സോസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഇത് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് സോസിൻ്റെ ബോട്ടിലോ ഒന്നും ഇല്ലയെന്ന് വെച്ചോ, എന്നാൽ സാധാ നമ്മുടെ വീട്ടിലൊക്കെ കുപ്പി ഉണ്ടാവുമല്ലോ, ഈ ഒരു കുപ്പീൻ്റെ മൂടി എടുക്കുക, അതിലേക്ക് എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് തുളയിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കട്ടോ. ഇത്രയുള്ള പരിപാടി നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ മതിയല്ലോ. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ തൂത്തിട്ട് ഇതുപോലെ മസാലയൊക്കെ വെച്ച് കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള മസാലയാണല്ലോ ഇതിൽ. ആകെ അൺഹെൽത്തി ആയിട്ടുള്ളത് പഞ്ചസാര മാത്രം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കുക, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഹണിയോ എന്ത് വേണമെങ്കിലും ചേർക്കട്ടാ. ഇനിയിപ്പോൾ കുറച്ചും കൂടി നല്ല മൊരിച്ചിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കുറച്ച് നല്ല പോലെ ഒന്ന് മൊരിച്ചിട്ട് എടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് 1, 2, 3 ഒക്കെ പഴമൊക്കെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടും ചെയ്തിട്ട് എടുക്കട്ടോ. ഞാനിപ്പോൾ ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ടിട്ടാ ഒറ്റൊരു പീസ് പഴം മാത്രം വെച്ചത്. അപ്പോൾ അത്രേ വേണ്ട വരൂ. നിങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കുന്നെങ്കിൽ 1, 2, 3 പഴമൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി നല്ലപോലെ വയറ് ഫുള്ളാകും കുട്ടികൾക്കൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സാധനം തന്നെയാട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിലുണ്ടല്ലോ ഈ ഒരു നെറ്റ് പോലത്തെ ഭാഗം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മൈദ തന്നെ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഗോതമ്പത്തിൻ്റെ ചേർക്കും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. മൊത്തത്തിൽ മൈദ ചേർക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫംഗ്ഷനൊന്നും അല്ല, കുട്ടിക്ക് കൊടുക്കാനാണെങ്കിൽ എല്ലാവരും ഗോതമ്പ് തന്നെ എടുത്താൽ മതി. കാരണം കുട്ടിക്ക് അതായിരിക്കുമല്ലോ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്, സ്ഥിരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡും കൂടിയത്. മൈദയും പഞ്ചസാരയും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഗോതമ്പും ശർക്കരയോ അതുപോലെ തന്നെ ഡേറ്റ് സിറപ്പോ ഹണിയൊക്കെ ചേർത്താൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, സ്ഥിരമായിട്ട് കഴിക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്, അല്ലെങ്കിൽ ഉണ്ടല്ലോ മറന്നു പോവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫാമിലി 30K ഫാമിലി കടന്നിരിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ തന്നെയുള്ള നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.